നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4, വേൾഡ് ക്യാൻസർ ഡേ. ആഗോള മരണനിരക്കിൽ ക്യാൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഓരോ 6 മരണങ്ങളിലും 1 കാരണമാകുന്നു. ഇത് മിക്കവാറും എല്ലാ വീടുകളെയും ബാധിക്കുന്നു. 2022 ആഗോളതലത്തിൽ 20 ദശലക്ഷം പുതിയ ക്യാൻസർ കേസുകളും 9.7 ദശലക്ഷം ക്യാൻസർ മരണങ്ങളും ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. 2050 ആകുമ്പോഴേക്കും ക്യാൻസർ ഭാരം ഏകദേശം 77% വർദ്ധിക്കും. ഇത് ആരോഗ്യ സംവിധാനങ്ങളെയും ആളുകളെയും സമൂഹങ്ങളെയും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. 2. ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ മാത്രം 2022 7,88,000-ലധികം ആളുകൾക്ക് ക്യാൻസർ ബാധ കണ്ടെത്തി. ജനസംഖ്യ വളർച്ചയും അതിലും പ്രധാനമായി പുകയില ഉപയോഗം, പൊണ്ണത്തടി, അമിതഭാരം, ശാരീരിക നിഷ്ക്രയത്വം, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, വായു മലിനീകരണം 1-2 പോലുള്ള മേഖലയിലെ ക്യാൻസർ അപകട ഘടകങ്ങളുടെ ഉയർന്ന വ്യാപനവും കാരണം 2045 ആകുമ്പോഴേക്കും ഈ സംഖ്യ ഇരട്ടിയായി 1.57 ദശലക്ഷം കേസുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി സി, കരളിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഗർഭാശയത്തെ ബാധിക്കുന്ന HPV ഉൾപ്പെടെയുള്ള ചില അണുബാധകളുടെ ഫലമായും ക്യാൻസർ വികസിക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി, HPV എന്നിവ വാക്സിനേഷൻ വഴി എളുപ്പത്തിൽ തടയാൻ കഴിയുമെങ്കിലും കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ ഈ അണുബാധകൾ ഇപ്പോഴും വളരെ കൂടുതലാണ്. ആഗോളതലത്തിൽ ഏറ്റവും സാധാരണമായ അർബുദങ്ങൾ സ്ഥാനാർബുദം, ശ്വാസകോശം, വൻകുടൽ, മലാശയം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയാണ്. 2020 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അർബുദം സ്ഥാനാർബുദമായിരുന്നു. അതേസമയം ശ്വാസകോശ അർബുദമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമായത്. 3. ക്യാൻസർ വ്യക്തിയുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മാത്രമല്ല, കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും മൊത്തത്തിൽ ഒരു പ്രധാന വെല്ലുവിളി കൂടിയാണ്. തൊഴിൽ വിപണിയിലെ ഉൽപാദനക്ഷമത കുറയുന്നതിലൂടെ ആരോഗ്യ സംവിധാനത്തിലും വിശാലമായ സമ്പദ് വ്യവസ്ഥയ്ക്കും ക്യാൻസർ ഗണ്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. കാരണം ഇത് ഉൽപാദന വർഷങ്ങളിൽ പോലും ആളുകളെ അകാല മരണത്തിന് കാരണമാകുന്നു. ഇത് സുസ്ഥിര വികസനത്തിന് നാടകീയമായ തടസ്സം സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും ക്യാൻസറിനുള്ള മിക്ക അപകട ഘടകങ്ങളും പരിഷ്കരിക്കാവുന്നതിനാൽ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരുത്താൻ കഴിയും. വാസ്തവത്തിൽ 50% വരെ ക്യാൻസറുകൾ തടയാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, നിങ്ങൾ പുകവലിക്കുകയോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഉയർന്ന കലോറിയും സംസ്കരിച്ച ഭക്ഷണങ്ങളും കഴിക്കുന്നത് കുറയ്ക്കുക. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. പതിവായി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ ശുപാർശ ചെയ്യുന്ന വാക്സിനേഷനുകൾ പിന്തുടരുക. ക്യാൻസറിനെ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ചില പെരുമാറ്റ രീതിയാണിത്. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ക്യാൻസർ പലപ്പോഴും പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയും. മിക്ക ക്യാൻസറുകളും രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ചില ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ, അതായത് സ്ക്രീനിംഗ് ടെക്നിക്കുകൾ, ക്യാൻസർ അദൃശ്യമാണെങ്കിൽ പോലും അത് കണ്ടെത്തുന്നതിന് വേണ്ടത്ര സെൻസിറ്റീവാണ്. ഇത് രണ്ടും അവസാന ഘട്ടത്തിലുള്ള അവതരണത്തെ നേരിടുന്നതിന്റെ ഭാരം കുറയ്ക്കുകയും വിജയകരമായ ചികിത്സയെ പിന്തുണയ്ക്കുകയും ചെയ്യും. 2025 ലോക ക്യാൻസർ ദിനത്തിൽ നമുക്ക് ലളിതമായ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനും സ്ക്രീനിങ്ങിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കാനും ക്യാൻസറിനെതിരെ പോരാടാനും എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും കഴിയുമെന്ന് ഓർമ്മിക്കാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.